ഹലോ, നമ്മൾ ഒത്തിരി ദിവസമായി വന്നിട്ട് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ കുറച്ച് ദിവസം ഒരു മാസം അടുപ്പിച്ച് വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇപ്പോഴാണ് പോകുന്നത്. കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായി. ഞാൻ എന്തിയെ എവിടെ പോയി എന്ന് ചോദിച്ചു. ഒരു വിവരവും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ഞാനൊരു ബ്രേക്ക്, സത്യം പറഞ്ഞാൽ ഞാൻ ബ്രേക്ക് എന്നൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. പക്ഷെ എനിക്ക് ഇന്ന് ബ്രേക്ക് എടുക്കേണ്ടതായിട്ട് വന്നു. ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെയല്ലേ, കുറച്ച് നാൾ വീഡിയോ എടുക്കും, കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നിർത്തും, പിന്നെയും കുറച്ച് നാൾ വീഡിയോ. അതുകൊണ്ട് തന്നെ എൻ്റെ യൂട്യൂബ് ക്ലിക്ക് ആവാത്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് കുറച്ച് നാളായിട്ട് വരാത്തതിൻ്റെ ഇൻട്രൊഡക്ഷൻ. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ വെയിറ്റ് ലോസിൻ്റെ ജേർണി ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നായിരുന്നു. നമ്മുടെ ഫാമിലിയിലുള്ള കുറച്ച് പേരെങ്കിലും അത് കണ്ടിട്ടുണ്ടായിരിക്കണം. കുറച്ച് പേർക്കൊക്കെ അത് നല്ലോണം മോട്ടിവേഷനായി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു സാധാരണ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ന്യൂസിലൊക്കെ വരികയെന്ന് വെച്ചാൽ ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് തന്നെ അത് വന്നപ്പോഴത്തേനും ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷമായിരുന്നു കേട്ടോ. എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അത്രത്തോളം സന്തോഷമായി. കാരണം ഇങ്ങനെ ഒരു കാര്യത്തിൽ ന്യൂസ് വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ ഒരുപാട് നാൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നേടിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു. എനിക്ക് എൻ്റെ ന്യൂസ് കണ്ടിട്ട് എനിക്ക് തന്നെ എന്താ പറയണമെന്ന് അറിയത്തില്ല. കാരണം ഞാൻ അത്രത്തോളം ഹാപ്പി ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും നമുക്ക് നമ്മളുടെ ഒരു അച്ചീവ്മെൻറ്റ് പിന്നെ ഒരു ന്യൂസിലൊക്കെ വരികയെന്ന് വെച്ചാൽ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് മാത്രമല്ല, അങ്ങനെ ആരുടെ വന്നാലും അവർക്കെല്ലാം സന്തോഷം വരും. പക്ഷെ എനിക്കിത് കുറച്ചുകൂടെ സ്പെഷ്യലായിരുന്നു. കാരണം ഇപ്പം നമ്മൾ പഠിക്കുന്ന കാര്യത്തിലല്ല, അല്ലാണ്ട് സ്പോർട്സിൽ അങ്ങനത്തെ ഒന്നും അല്ലാണ്ട് ഞാൻ ആഗ്രഹിച്ചു അതിലൊക്കെ വരണമെന്നാണ്. പക്ഷെ അതൊന്നും നടന്നില്ല. എങ്കിലും ഇങ്ങനൊരു കാര്യത്തിനേലും വരാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനൊരു ചാൻസ് തന്ന ഏഷ്യാനെറ്റ് ന്യൂസിന് ഒരുപാട് താങ്ക്സ്. ഞാൻ കൃതാർത്ഥയായിരിക്കും. അങ്ങനെയല്ല, നമുക്ക് ഇപ്പം നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്ത് നമ്മളെ കുറച്ച് പേരെങ്കിലും നമ്മളൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു സന്തോഷമല്ലേ. അപ്പം അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്ത് പറയണമെന്ന് എനിക്കറിയുന്നില്ല. കാരണം നിങ്ങൾ ഒരുപാട് പേര് നമ്മൾ പലരും വെയിറ്റ് ലോസിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നവരാണ്. അപ്പം നമുക്ക് അങ്ങനെ അച്ചീവ്മെൻറ്റ് കിട്ടുമ്പോൾ നമ്മളെ കുറച്ചുകൂടെ ആൾക്കാരൊന്ന് പ്രോഗ്രസീവ് ആക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ടാട്ടോ എനിക്ക് ഇത്ര സന്തോഷം. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ പലരും എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ന്യൂസിൽ വന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അത് നമ്മുടെ ഫീഡ് കണ്ടിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇപ്പം പലരും എനിക്ക് കമൻറ്റ് ഇടുന്ന ഒരു കാര്യമാണ്, ഒരു മാസമുള്ള എനിക്കൊരു കല്യാണം ഉണ്ട്, അപ്പോൾ എനിക്ക് എത്ര കിലോ കുറയ്ക്കാൻ പറ്റും. നമ്മൾ ആദ്യം വെയിറ്റ് ലോസ് ചെയ്യുമ്പോഴത്തേനും നമ്മളൊരു ഗോള് ആദ്യം തന്നെ സെറ്റ് ചെയ്യരുത്. നമുക്ക് 1 കിലോ എങ്കിൽ 1 കിലോ കുറയുന്നുണ്ടെങ്കിൽ നമ്മളതിൽ ഭയങ്കരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഇടണം. കാരണം നമുക്കിപ്പം എന്താ പറയുക, 1 കിലോ വെച്ച് നമുക്ക് 12 മാസം കൊണ്ട് 12 കിലോ കുറയ്ക്കാൻ പറ്റും. നമുക്ക് പയ്യെ കുറച്ചാൽ മതി. നമ്മളങ്ങനെ ഒരു ഗോള് സെറ്റ് ചെയ്യും. പക്ഷെ എനിക്കിപ്പം നടക്കാൻ പറ്റുന്നില്ല, നല്ല മഴയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നടക്കാൻ പറ്റിയില്ല. ഇപ്പം അതല്ല, വേറെ എന്ത് എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ തന്നെ നമുക്ക് അതിനൊരു അതിനുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോയെ സംബന്ധിച്ച് നമ്മളെല്ലാവരും പലരുടെയും വീഡിയോസ് കാണും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുമ്പോഴാണ് നമുക്ക് റീച്ച് കിട്ടുന്നത്. അതുപോലെയാണ് നമ്മുടെ ബോഡിയും സ്ട്രക്ചറും എല്ലാം. എനിക്കിപ്പോൾ ഭയങ്കര കോൺഫിഡൻസാണ്. എന്ത് ഡ്രസ്സ് ഇടാനുമുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം നമ്മൾക്ക് തന്നെ ചില ഡ്രസ്സ് നമ്മൾ വണ്ണം ഉണ്ടായിരുന്നപ്പോൾ ഇടുമ്പോൾ വൾഗാരിറ്റി തോന്നുമായിരുന്നു. അപ്പോൾ മറ്റുള്ളവർ നമ്മളെ ഏത് രീതിയിൽ മെഷർ ചെയ്യുമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഏത് ഡ്രസ്സ് ഇടാനും ഞാൻ കംഫർട്ടബിളാണ്. നേരത്തെയും ഞാനിങ്ങനെ ഫ്രോക്ക്, ജീൻസ് അങ്ങനത്തെ ഒക്കെ ടൈപ്പായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കിപ്പോൾ എന്ത് കൈൻഡ് ഓഫ് ഡ്രസ്സ് ഇട്ടാലും എനിക്ക് തന്നെ ഒരു വൃത്തികേട് എന്നുള്ളൊരിത് മാറിക്കിട്ടി. അപ്പം അതിനു വേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ മതി. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് കുറച്ച് നാൾ കഴിയുമ്പം പാതി വഴിയിൽ അത് ഉപേക്ഷിക്കേണ്ടി വരും. നമുക്ക് വേണ്ടി ഇനീഷ്യേറ്റീവായിട്ട് വീഡിയോസ് ചെയ്യുക. അപ്പോൾ അത് തന്നെയാണ് ഞാൻ വീഡിയോസ് അല്ല കേട്ടോ, മാറിപ്പോയതാണ്. നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഏഷ്യാനെറ്റിൽ എനിക്ക് വന്ന ഒരു ആർട്ടിക്കിളിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പലരും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ അതിൻ്റെ നമ്മുടെ യൂട്യൂബിൽ
എന്താ പറയുക, കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ടില്ല. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ കാണാം. ബാക്കി ഇൻസ്റ്റഗ്രാം ഉള്ളൊരു ഇൻസ്റ്റയിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് കണ്ടാൽ മതി. കാണേണ്ടവർ കണ്ടാൽ മതി കേട്ടോ. എൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാനിതൊക്കെ പറയുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും എനിക്കിപ്പോൾ എത്രത്തോളം സന്തോഷമുണ്ട്. അതിപ്പോൾ കുറച്ച് ദിവസമായി, എനിക്ക് തോന്നുന്നു 1 മാസത്തോളമായി എനിക്കിപ്പോഴാണ് വീഡിയോസ് ഇടാൻ ഒരു ചാൻസ് കിട്ടിയത്. എങ്കിലും അതിൽ ഞാൻ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡാണ് കേട്ടോ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. കാരണം പലരും നമ്മളെ കാണുമ്പോൾ ന്യൂസിലൊക്കെ വന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ പലർക്കും നമ്മളിപ്പോൾ പലരും എന്താ പറയുക, നമ്മൾ പലതും അച്ചീവ് ചെയ്തിട്ട് പോലും നമ്മൾ പലരും അല്ല, നമ്മുടെ ആൾക്കാർ തന്നെ നമുക്ക് ആവശ്യമുള്ളവർ നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ നമ്മളെ കുറച്ച് ആൾക്കാർ മോട്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. എനിക്ക് ഇനിയും അവർ ഇനിയും കുറേ ഡൗട്ട്സ് ഉണ്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഇനിയും ആൾക്കാർക്ക് മോട്ടിവേഷനാണ്. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക. കാരണം എനിക്ക് വന്നിട്ടുള്ള എല്ലാ ഇൻസ്റ്റയിലും മെസ്സേജാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മാക്സിമം ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ആർക്കും തന്നെ റിപ്ലൈ കൊടുക്കാണ്ടിരുന്നിട്ടില്ല. കാരണം വെച്ചാൽ അവരെല്ലാവരും അത്രയും തന്നെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ എത്രത്തോളം ബുദ്ധിമുട്ടിയതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നുണ്ട്. ഇനി ആരുടെയെങ്കിലും പെൻഡിങ്ങിലുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തന്നേക്കാം. പിന്നൊരു കാര്യമെന്ന് വെച്ചാൽ എന്നെ പലർക്കും കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. അതാണ് വേറൊരു ഫാക്റ്റ് എന്ന് വെച്ചാൽ, എന്നെ കണ്ടിട്ടുള്ളവർ നമ്മളെ ഏറ്റവും അടുത്തറിയാവുന്നവർക്ക് തന്നെ കണ്ടു കഴിയുമ്പോൾ ഇതാരാ അങ്ങനൊരു കൺഫ്യൂഷൻ വരും കേട്ടോ. കാരണം എനിക്ക് അത്ര ഒരു ഡ്രാഫ്റ്റിക് ചേഞ്ചാണ് വന്നത്. പെട്ടെന്ന് പെട്ടെന്ന് കാണുന്നവരല്ല, ഇപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കൊണ്ട് കാണാതെ ഇരുന്നിട്ട് പെട്ടെന്ന് കാണുന്നവർക്ക് പെട്ടെന്ന് ഇതാരാന്നുള്ളൊരു ഇത് വരും കേട്ടോ. അപ്പം അത്രയൊക്കെയാണ് എൻ്റെ ഓരോ കാര്യങ്ങൾ. നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ഇട്ട് കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ബൈ.